നമസ്കാരം. ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കൂടപത്രത്തിനെ കുറിച്ചാണ്. ശത്രുദോഷം മനുഷ്യനുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൂട്ടത്തിലുണ്ട്, സംശയമൊന്നുമില്ല. അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അറിയാനുള്ള സംവിധാനമുണ്ട്. ഈ നമ്പറിലേക്ക് നിങ്ങൾ എൻ്റെ ഓഫീസിലേക്ക് വിളിക്കുക, ഡീറ്റെയിൽ അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. കൂടപത്രം, ശത്രുദോഷം, ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇല്ല എന്നൊന്നും പറയാൻ പറ്റുന്ന കാര്യം, ഞങ്ങളടുത്ത് വരുന്ന അനുഭവങ്ങൾ ഒരുപാട് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ശത്രുദോഷങ്ങൾ, കാര്യം നന്നായി ജീവിച്ചിരുന്നവര് നശിച്ച് നാറായ കല്ലെടുത്തിട്ട് വരുന്നവരുണ്ട്. അപ്പൊ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യവും, ഇത് ചെയ്താൽ ചെയ്യുന്നവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ള ശക്തമായൊരു മറുപടിയാണ് എനിക്കിന്ന് ഒരു സംഭവത്തോടുകൂടി ഒരു ഉദാഹരണം സഹിതം എനിക്കിന്ന് പറയാനുള്ളത്. അപ്പൊ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കൂടപത്രം എന്ന് പറഞ്ഞാൽ, രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്. ദുർമന്ത്രവാദത്തിൽ പെടുന്നതാണ് രണ്ടും. അതായത് ഒരാൾ നന്നായി ജീവിക്കുന്നത് കാണുമ്പോൾ അസൂയ പൂണ്ടിട്ട് അയാളെ നശിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഒരാൾ അയാളുടെ വീട്ടിൽ ഇത്തിരി നന്നായിട്ട് പെയിന്റ് അടിച്ചൊന്ന് വൃത്തിയായിട്ട് വെച്ചാൽ മതി, ചിലപ്പോൾ ആൾക്കാർക്ക് പിടിക്കില്ല, അതിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. നന്നായി ജീവിച്ചാലോ, നല്ലൊരു കാർ വാങ്ങിച്ചാലോ, നല്ല വസ്ത്രം ധരിച്ചാലോ ഒരു അസൂയ കൊണ്ട് ഇങ്ങനെ പോയി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാനൊരു ടെൻഡൻസി കൂടുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് സാധിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങൾ നമുക്ക് ചുറ്റിനും ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റിനും എന്ന് പറഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരത്താണുള്ളത്. തിരുവനന്തപുരത്ത് തന്നെ ഒരുപാട് ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾ അവിടെ ചെന്നാൽ മതി, ഈ നിങ്ങൾ ആരെയാണോ നിങ്ങൾക്ക് നശിപ്പിക്കേണ്ടത് അവരുടെ നാളോ പേരോ, ഇല്ലെങ്കിൽ അവർ ചവിട്ടിപ്പോയ മണ്ണോ, അവരുടെ തലമുടിയോ നഖമോ, അവരുടെ ഏതെങ്കിലും ഉപയോഗിച്ച വസ്ത്രങ്ങളോ, ഇതൊക്കെ മതി. ഇത് കൊണ്ടു ചെന്നാൽ ചെയ്തു കൊടുക്കുക. ഇതൊന്നും വേണ്ടെങ്കിൽ പോലും ചെയ്തു കൊടുക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ കുറ്റിയടി എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അതിന് റിസൾട്ട് കിട്ടുന്നുണ്ട്. നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി നല്ലൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ഫലം കിട്ടുക. ഇത് 7-21 ദിവസത്തിനുള്ളിൽ അവർ പറയുന്ന കാര്യങ്ങൾ സാധിച്ചു കൊടുക്കും, നശിപ്പിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പം ഇത് ചെയ്യാൻ പോകുന്നവർ, ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ പോകുന്നല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കും അങ്ങനെ മനസ്സിലൊരു ചിന്ത ഉണ്ടെങ്കിൽ ആ ചിന്ത നിങ്ങൾ മാറ്റിവെക്കണം. കാരണം ഇതൊരു ദുഷ്കർമ്മമാണ്. ഒരാൾക്ക് ദൈവം കൊടുത്തൊരു ഭാഗ്യമാണ്. ഒരാൾ നന്നാകുന്നത് അയാളുടെ കഴിവ് കൊണ്ടാണ്. കഴിവ് മാത്രം പോരാ, ഭാഗ്യം കൂടി കിട്ടണം. അങ്ങനെ കഴിവും ഭാഗ്യം കൂടി ചേരുമ്പോഴാണ് അദ്ദേഹം ജീവിതത്തിലേക്ക് ഉയർന്നു വരുന്നത്. അത് സാമ്പത്തികമായാലും കലാപരമായിട്ടായാലും രാഷ്ട്രീയമായാലും ഏത് വിധത്തിലായാലും അയാൾ ഉയർന്നു വരുന്നത് അയാളുടേതായിട്ടുള്ള കഴിവും ദൈവം കൊടുക്കുന്ന ഭാഗ്യവും. അപ്പം നമുക്ക് കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യണം, ഭാഗ്യം. അപ്പം അങ്ങനെ ദൈവം അനുഗ്രഹിച്ചൊരു വ്യക്തിയെ വെറും നിസ്സാരനായിട്ട് നമ്മൾ തകർക്കാൻ ശ്രമിക്കുന്നത് അത് നല്ലതല്ല, അത് സത്യത്തിനെതിരാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തൽക്കാലം നിങ്ങൾ വിജയിക്കും. എങ്ങനെയാണ്? അയാളെ നശിക്കും, അല്ലെങ്കിൽ അയാളുടെ നാശം നിങ്ങൾക്ക് കണ്ട് സന്തോഷിക്കാൻ പറ്റും. പക്ഷേ ഈ സാധനം നിങ്ങൾക്ക് തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? നിങ്ങൾക്കുള്ള പണി നിങ്ങൾ തന്നെ വിളിച്ചു വരുത്തുകയാണ്. താൽക്കാലികമായിട്ട് ഒരാളുടെ വളർച്ച അത് നശിപ്പിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യത്തോടു കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നാളൊരു കാലത്ത് അതിൻ്റെ 10 ഇരട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ളതിനെ കുറിച്ച് കൂടി നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോകണം. അതിനെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം, ഞാൻ പരിഹരിച്ചിട്ടുള്ളൊരു സംഭവത്തിനെ കുറിച്ച് ഞാൻ പറയാം. ഒരു നല്ലൊരു വ്യവസായിയാണ്. വ്യവസായി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലിക്കാരൊക്കെ അയാൾക്കുണ്ട്. നല്ലൊരു മനുഷ്യൻ, ഒരു മനുഷ്യ സ്നേഹി എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ, തൊഴിലാളികളുടെ വീട്ടിൽ ഒരുപാട് തൊഴിലാളികളുണ്ട്. പക്ഷെ ഓരോ തൊഴിലാളിയുടെ വീട്ടിലും, എന്തിനു പറഞ്ഞാൽ ഗേറ്റ് വാച്ചറുടെ വീട്ടിൽ പോലെ എത്ര അംഗങ്ങളുണ്ടെന്നും എന്തൊക്കെയാണ് അദ്ദേഹത്തിനുള്ള ബുദ്ധിമുട്ടെന്ന് വരെ ഈ മുതലാളിക്ക് അറിയാം. അയാളെല്ലാം നല്ല രീതിയിൽ പരിഹരിച്ചു കൊണ്ടുപോകുന്ന നല്ലൊരു വ്യക്തിയാണ്. ശരിക്കും അയാളെ കുറിച്ച് പറയാൻ, ഞാൻ എനിക്ക് അടുത്തറിയാവുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. 100 നാവുണ്ടാവും, അത്ര നല്ലൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ഭയങ്കരമായ ഉയർച്ച, ആ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അസൂയ തോന്നുന്ന വിധത്തിൽ അദ്ദേഹം ഉയർന്നു വരുന്നുണ്ട്. ഇദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നത്, കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ വൻ തകർച്ച വരുന്നു. സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വരവില്ല. ഈ നിൽക്കുന്ന ഫണ്ടുകൾ ചോർന്നു പോകുന്ന ചിലവായി പോകുന്നു. അപ്പം ചിലവാകുന്നതിനനുസരിച്ച് ഫണ്ട് ഇതിലേക്ക് വന്നാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ, ഇല്ലെങ്കിൽ സാധാരണ ഒരു പേടി ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഒരു പേടി ഇദ്ദേഹത്തിനുണ്ടായി. അപ്പം ഇദ്ദേഹം എൻ്റെ അടുത്ത് വന്നത് എന്താണെന്ന് അറിയില്ല. ബിസിനസ്സിൽ ഒരു കളങ്കമോ കാര്യങ്ങളോ ഒന്നും അദ്ദേഹം കാണിച്ചിട്ടില്ല, പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. വിപണിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സാധനങ്ങൾ ബഹിഷ്കരിക്കപ്പെടുന്നു, സാധനങ്ങൾ തിരിച്ചു വരുന്നു, നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ ലാഭം തീർത്തുമില്ല, നഷ്ടങ്ങളാകുന്നു. ഈ ജോലിക്കാർ ഇത്രയും അദ്ദേഹം പരിപാലിച്ച് കൊണ്ടുപോകണം, ഫാക്ടറി നടത്തിക്കൊണ്ടു പോകണം, ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ ഒരു നോട്ടക്കുറവോ അല്ലെങ്കിൽ എൻ്റെ തൊഴിലാളികളുടെ ഒരു മണ്ടത്തരമോ കൊണ്ടല്ല സംഭവിച്ചത്, ഇത് മറ്റെന്തോ ഒരു വിഷയം എന്നിലേക്ക് വന്നിരിക്കുന്നു.
അത് ഇദ്ദേഹം അത് ഉറപ്പിച്ചത് പറയാൻ കാര്യം, ഇദ്ദേഹത്തിന് ഒരു സ്ഥിരമായിട്ടൊരു ജ്യോത്സ്യനുണ്ട്. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പം അദ്ദേഹം പോയി ഈ ജ്യോത്സ്യരെ കണ്ടപ്പോൾ ജ്യോത്സ്യരാണ് നോക്കിയിട്ട് പറഞ്ഞത്, ഒരു കൂടപത്രം, ഒരു ശത്രുദോഷം സാറിന് വന്നിരിക്കുന്നു, അത് പരിഹരിക്കണം, എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ഇത് സർവനാശത്തിലേക്ക് പോകും, അതായത് ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ സർവനാശത്തിലേക്ക് പോകും. എന്നിട്ട് ആ കുടുംബത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അത് ഈ ദുരന്തം വന്നതിന് ശേഷം ഇദ്ദേഹത്തിനും ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഇദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾക്കും അദ്ദേഹത്തിൻ്റെ വ്യവസായം സംബന്ധിച്ചുള്ള വന്നിട്ടുള്ള തകർച്ചകളെക്കുറിച്ചെല്ലാം ഈ ജ്യോത്സ്യർ വളരെ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിന് വിശ്വസിക്കാതിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ അദ്ദേഹം കുറേ കാര്യങ്ങളൊക്കെ ചാർട്ടിൽ എഴുതി എന്തൊക്കെയാണ് പരിഹരിക്കേണ്ടതെന്നൊക്കെ എഴുതിയിട്ട് എൻ്റെ പേര് നിർദ്ദേശിച്ചിട്ടാണ് വിട്ടത്. എന്നെ വന്ന് കണ്ടാൽ മതി, അതിനുള്ള പരിഹാര പൂജകൾ ചെയ്തു തരും എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് ഇദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഞാൻ ചാർത്തൊക്കെ വാങ്ങിച്ചു നോക്കി. അപ്പം ഞാനും എൻ്റെതായ രീതിയിൽ ഈ ചാർത്ത് വെച്ചിട്ട് എൻ്റെ രാശി നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതല്ല 100 150% കറക്റ്റാണ്. അതിനകത്ത് ഒന്നും നമുക്ക് തിരുത്താനില്ല. എനിക്ക് മനസ്സിലാകാതെ പോയ കുറേ കാര്യങ്ങൾ കൂടി അദ്ദേഹം വ്യക്തമായി അതിനകത്ത് എഴുതിയിരിക്കുന്നു. ചാർത്ത് എന്ന് പറഞ്ഞാൽ ഒരു 80 പേജ് ബുക്ക് തന്നെ ഉണ്ട്. സമ്മതിച്ചു. പക്ഷെ അതിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ശത്രുവിനെ സൂക്ഷിക്കണം എന്ന് പറയാൻ കാര്യം, ശത്രു കൂടെ തന്നെ ഉണ്ട്, അദ്ദേഹം മറഞ്ഞു നിൽക്കുകയാണ്, കൂടെയുണ്ട്, അദ്ദേഹം ശത്രുവാണെന്നുള്ള കാര്യം നമുക്കാർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ആണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ഒരുപാട് സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് കർമ്മങ്ങളെക്കുറിച്ച് എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യേണ്ടത് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കർമ്മം ചെയ്യുന്ന ആചാര്യൻ്റെ ഇഷ്ടപ്രകാരം അതെന്തു വേണമോ കൂട്ടി ചെയ്യാം, പക്ഷേ കുറഞ്ഞ പക്ഷം ഇത്രയെങ്കിലും ചെയ്യണം എന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്. സാർ എന്നോട് ചോദിച്ചു, എന്താണ് ഈ പറഞ്ഞിരിക്കുന്നതിനകത്തൊക്കെ? നമ്മൾ സത്യമാണ്. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിനോട് പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നോട് രാശി നോക്കി പറഞ്ഞു തന്നു. പറഞ്ഞതെല്ലാം കൃത്യമായിരുന്നു. അതായത് ഇദ്ദേഹത്തിന് സംഭവിച്ചു പോയിട്ടുള്ള നഷ്ടങ്ങളെക്കുറിച്ച്, മാനസിക വിഷമങ്ങളെക്കുറിച്ച്, കുടുംബത്തിൽ വന്നു പോയിട്ടുള്ള ദുരന്തങ്ങളെക്കുറിച്ച് എല്ലാം ആ ജ്യോത്സ്യർ പറഞ്ഞു കൊടുത്തു. വളരെ സത്യമായിരുന്നു. അതാണ് സാർ വിശ്വസിക്കുകയും അദ്ദേഹം എൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വരികയും ചെയ്തു. അതിന് തീരുമാനിക്കുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പൂജയ്ക്ക് ചെല്ലാമെന്ന് പറയുന്നു. കുറച്ച് തയ്യാറെടുപ്പ് വേണം നമുക്ക്. ഒരു വലിയ പൂജയാണ്. സന്ധ്യയ്ക്ക് തുടങ്ങി അവസാന യാമത്തിന് മുമ്പ് ഇത് നിർത്തിയിട്ട് വീണ്ടും രാവിലെ തുടങ്ങണം. രാവിലെ എന്ന് വെച്ചാൽ സൂര്യ ഉദയത്തിന് ശേഷം തുടങ്ങിയിട്ട് വീണ്ടും ഉച്ച കഴിയുന്നത് വരെ ഈ പൂജ തുടരണം. ആ വിധത്തിലാണ്. അത്രയും ചെയ്താൽ ഇത് പൂർണ്ണമായി ഇത് പരിഹരിക്കാൻ പറ്റും. അപ്പം അതിന് കുറേ തയ്യാറെടുപ്പ് കാര്യങ്ങൾ, കുറേ സാധനങ്ങൾ നമുക്ക് സംഘടിക്കേണ്ടതായിട്ടുണ്ട്. ആ വീട്ടിൽ കുറേ സാധനം, അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ തയ്യാറാക്കി ഡേറ്റും ഒക്കെ കൊടുത്തു. അപ്പോൾ ഇദ്ദേഹത്തിന് എല്ലാവരെയും ഇദ്ദേഹത്തിന് വിശ്വാസമാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഒരു ബന്ധുവുണ്ട്, ഒരു സഹോദര സ്ഥാനത്തിനായിട്ട്, ഒരു സ്വന്തം സഹോദരനല്ല, ഒരു ബന്ധുത്വത്തിൽ ഒരു വകയിൽ സഹോദര സ്ഥാനം. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറും ഇദ്ദേഹത്തിൻ്റെ എല്ലാം, എന്ത് കാര്യത്തിനും ഇദ്ദേഹം ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ കാര്യം, അദ്ദേഹം ഈ കുടുംബത്തിൽ, ഭാര്യയുടെ കുടുംബമാണെങ്കിൽ പോലും, ഭാര്യയുടെ കുടുംബം എന്ന് പറയുന്നത് ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന മുമ്പ് അത്ര വലിയ സാമ്പത്തികമൊന്നും ഉള്ളവരല്ല. ഇദ്ദേഹം ഒരു നല്ലൊരു പെൺകുട്ടി നോക്കി കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ആ കുടുംബത്തിൽ പോയി ഇദ്ദേഹം പെണ്ണെടുത്താണ് കല്യാണം കഴിച്ചതാണ്. ഇദ്ദേഹം തുടക്കമേ ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യമായിട്ട് ബിസിനസ്സുകാരാണ്. അങ്ങനെ ആണ് ഈ സഹോദരനെ കൂടി, സഹോദരൻ എന്ന് വെച്ചാൽ വലിയമ്മ ചെറിയമ്മ അങ്ങനെ എന്തോ വഴിക്കാണ് വരുന്നത്, സ്വന്തമല്ല. അപ്പം അദ്ദേഹം എപ്പോഴും സന്തത സഹചാരിയാണെന്ന് പറയാം, കൂടെ നടക്കുന്നുണ്ട്. അപ്പം സംസാരിക്കുമ്പോൾ അപ്പം ഇദ്ദേഹം വന്നപ്പോൾ ഈ കൂടെ വരുന്ന ആള് അദ്ദേഹത്തിൽ എനിക്ക് നന്നായിട്ടൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഈ ബിസിനസ് തകർത്തിട്ട് അദ്ദേഹത്തിന് ഒന്നും നേടാനുമില്ല. കാര്യം എന്താ, ഇത് ലക്ഷങ്ങളല്ല കോടികളുടെ ബിസിനസ്സാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ അതിനെ തകർത്തിട്ട് ഇതെല്ലാം തട്ടിയെടുത്തിട്ട് ഇദ്ദേഹത്തെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സാമ്പത്തിക അടിത്തറൊന്നും ഉള്ള ഒരു വ്യക്തിയല്ല. അത് തന്നെയല്ല, അതിനെക്കുറിച്ചുള്ള ഒരു അറിവും ഇദ്ദേഹത്തിനില്ല. അപ്പം അദ്ദേഹം എന്തായാലും അല്ല ശത്രു. നമുക്ക് പല സംശയങ്ങളാണല്ലോ. അപ്പോൾ ഇദ്ദേഹം കൂടെ വന്നപ്പോൾ ഞാൻ സംശയിച്ചു, ഇനി ഇദ്ദേഹം ആയിരിക്കോ എന്നുള്ളൊരു സംശയം. കാണുമ്പോൾ നമുക്കൊരു ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഇതാണെന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ പൂജ തീരുമാനിക്കുന്നു. പൂജയ്ക്ക് ആ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അപ്പം അതിനു മുമ്പ് ഞാൻ പറഞ്ഞത് 3 ദിവസം പൂർണ്ണഭൃതമായിരിക്കണം ആ വീടും പരിസരവും. മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കരുത്. ഫ്രിഡ്ജിൽ പോലും അങ്ങനെയുള്ള ഒരു സാധനങ്ങൾ നിങ്ങൾ വീടിനുള്ളിൽ ഒരു ഭാഗത്തും സൂക്ഷിക്കരുത്, കഴിക്കരുത്. 3 ദിവസം ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം വാങ്ങിച്ചുകൊണ്ട് വീടിനകത്തും 2ാമത് പുറത്തും തളിക്കണം. അതായത് ഈ കഴിയുന്നിടത്തോളം ശാരീരികമായിട്ട് അതേ മാസത്തിൽ വരുന്ന ഈ മാസമുറ വരുന്ന സ്ത്രീകളെപ്പോലും ആ വീടിനുള്ളിലേക്ക് ഈ 3 ദിവസം കയറ്റാതിരിക്കുക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ ഇത് പങ്കെടുക്കുന്ന സമയത്തിന് ഈ പങ്കെടുക്കുന്നവർക്ക് ആർക്കിങ്ങനെ ശരീര അശുദ്ധി വരരുത്, അതായത് മാസമുറ വരരുത്, വന്നാൽ അവരെ നിങ്ങൾക്ക് മാറ്റി നിർത്താം എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാ കാര്യത്തിനും ഈ
അളിയൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ അവിടെ പൂജയ്ക്ക് വന്നു, ചെന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിനെ കാണാനില്ല. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, ഇല്ല അവൻ്റെ വീട്ടിൽ തുടക്കമാണ്, ഭാര്യയ്ക്ക് തുടക്കണം, അതുകൊണ്ട് വന്നില്ല. പൂജയൊക്കെ ചെയ്തു. ഈ പറഞ്ഞ ഇത്രയും ഞങ്ങളൊരു ഉച്ചയോടുകൂടി എത്തുന്നു, ഒരിക്കെല്ലാം തീർത്തിട്ട് സന്ധ്യയ്ക്കോടുകൂടി ഞങ്ങൾ പൂജ തുടങ്ങുന്നു. രാത്രി അന്ത്യാമത്തിന് തൊട്ട് മുമ്പ് ഞങ്ങൾ പൂജ അവസാനിപ്പിക്കുന്നു. കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നു. വീണ്ടും 6 മണിക്ക് ശേഷം ഞങ്ങൾ പൂജ തുടങ്ങുന്നു. അടുത്ത ഉച്ച കഴിഞ്ഞ് 12:30-1 മണിക്കുള്ളിൽ ഞങ്ങൾ പൂജ പൂർത്തിയാക്കി ഈ സാധനം എല്ലാം കൊണ്ട്, അതായത് ആവാഹിച്ചിട്ട് പൂജ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും കാര്യങ്ങൾ ദോഷങ്ങളുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെ ഇതെല്ലാം ആവാഹിച്ച് മാറ്റി കൊണ്ടുവന്നിട്ട് പിന്നെ ഞാനിത് ഞങ്ങളുടെ ആസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട്, അതായത് അവിടെ നിന്ന് ആവാഹിക്കുന്ന ഒരു നെഗറ്റീവാണല്ലോ. അപ്പോൾ എന്താണ് ശത്രുദോഷം കൂടപത്രം എന്ന് വെച്ചാൽ, ഇയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തു കൊടുക്കുന്ന ചില, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കാലടി ചവിട്ടിപ്പോയ മണ്ണ്, വസ്ത്രങ്ങൾ, തലമുടി, നഖം, അങ്ങനെയുള്ള എന്തെങ്കിലും സാധനത്തിനകത്ത് ഇത് ചെയ്തിട്ട് ഈ ഭൂമിയിലേക്ക് തന്നെ കൊണ്ടിടും. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ക്രമേണ എല്ലാവരുടെയും എല്ലാ നന്മകളെയും ഭാഗ്യങ്ങളെയും അത് കെടുത്തുമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ആ ഭൂമിയിലുണ്ട്. അപ്പോൾ ആ ഭൂമിയിൽ നിന്നും ഇതിനെ നമ്മൾ പിടിച്ചെടുക്കുന്ന, ആവാഹന പൂജയിൽ കൂടി പിടിച്ചെടുക്കുന്ന ഒരു കർമ്മമാണ് ഇവിടെ ചെയ്തത്. അപ്പോൾ പിടിച്ചെടുക്കുന്നത് ഈ ചില പാവകളോ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, അതിൽ കൂടിയാണ് നമ്മൾ പിടിച്ചെടുക്കുക. അപ്പോൾ പിടിച്ചെടുത്ത് കഴിഞ്ഞാലും ചില ആൾക്കാർ അതിന് അപ്പോൾ തന്നെ കൊണ്ട് ജലത്തിലൊഴുക്കുകയോ കത്തിച്ചു കളയുകയോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ അതിനെ എടുത്തതിന് ശേഷം ഞങ്ങൾ അതിനെ വിധിയാവണ്ണം അത് ഞങ്ങളുടെ ആസ്ഥാനത്ത് കൊണ്ട് എത്തിച്ചതിന് ശേഷം 12-16 വെള്ളിയാഴ്ച കൊണ്ട് ഈ നെഗറ്റീവിനെ ചില പ്രക്രിയകൾ കൂടി തന്നെ നമ്മൾ മോചിപ്പിച്ച് കളയും. അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് ചെയ്തു. ഞാനിത് പോയി ചെയ്തു പക്ഷെ അങ്ങനെ ചെയ്താലും എല്ലാ കേസിലും അങ്ങനെ വിജയിക്കാറില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു പരാജയമല്ല, പരാജയം തന്നെ എന്ന് കരുതിക്കൊള്ളൂ, തുറന്നു പറയാം. എല്ലാ കേസിലും അങ്ങനെ വിജയിക്കാറില്ല. ചിലപ്പം ചില കേസുകൾ ഈ 12-16 വെള്ളിയാഴ്ച പറഞ്ഞാൽ പോലും, അതായത് 90-120 ദിവസം പറഞ്ഞപ്പോൾ ചിലപ്പോൾ വീണ്ടും നീണ്ടു പോകാറുണ്ട്. 1 വർഷം വരെ ഇതിൻ്റെ പുറകെ നടന്ന് വിജയിപ്പിച്ചിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പറയുന്ന ഇത്ര ദിവസമാണ്, പക്ഷേ ചിലപ്പോൾ അതുകൊണ്ടൊന്നും തീരത്തില്ല, വീണ്ടും പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതെല്ലാം ഇതേ രീതിയിൽ തന്നെ അത് പരിഹരിച്ചു കൊടുക്കാൻ സാധിക്കുക. നമ്മൾ കുറേ ബുദ്ധിമുട്ടാണെന്നുള്ളത്, ഇതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ 1 വർഷത്തോളം നമ്മളിത് ഇതിൻ്റെ പുറകെ നിൽക്കണമെന്നുള്ളതാണ്. അങ്ങനെ പോയി 1 വെള്ളിയാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് നേരിട്ട് എന്നെ വിളിച്ചിട്ട് കാണണമെന്ന് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് മാറ്റങ്ങൾ, നല്ല മാറ്റങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു. ബിസിനസ് മുന്നോട്ട് പോകുന്നു. ബ്ലോക്കായി കിട്ടുന്ന ഒരുപാട് ഫണ്ടുകൾ അദ്ദേഹത്തിന് കിട്ടുന്നു. അദ്ദേഹം എൻ്റെ അടുത്തൊന്ന് ഒരുപാട് നന്ദി പറഞ്ഞു. കാര്യം അദ്ദേഹത്തിൻ്റെ 2-3 തലമുറയ്ക്ക് മുമ്പ് ബിസിനസ് തുടങ്ങിയിരുന്ന ഇത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പം നിൽക്കുന്നു. സഹോദരന്മാരെല്ലാം അങ്ങനെ ബിസിനസ്സുകാരാണ്. അപ്പം അങ്ങനെ നിന്നിട്ട് ഈ ഇത്രയും വലിയൊരു തകർച്ച അദ്ദേഹത്തിന് മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പം അദ്ദേഹത്തിന് സാമ്പത്തികം വരുന്നില്ല, സാമ്പത്തികം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ആയിട്ട് വന്നിരുന്ന ബിസിനസ്സും കൂടി ത്തിൻ്റെ കൈകളിൽ തകരുന്നു എന്നുള്ളൊരു വിഷമം കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ ഒരു മാറ്റം തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ഓടി വന്നു, എന്നെ വിളിച്ചിട്ട് നേരിട്ട് വരികയാണ് ചെയ്തത്. ഫോണിൽ കൂടെ വിളിച്ച് പറയുകയല്ല, അനുവാദം വാങ്ങിച്ചിട്ട് നേരിട്ട് വന്നു. സാർ വളരെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഇത് സന്തോഷിക്കാൻ പറ്റട്ടെ, കാര്യം നമ്മൾ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതാണ്. ചിലപ്പോൾ ഒരു തുടക്കം നന്നായിരിക്കും, ഇതിന് ശേഷം നമുക്കൊരു വൻ തകർച്ചയിലേക്ക് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സാറ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം, ഞാനിവിടെ കാര്യങ്ങൾ ചെയ്തോളാം, നമുക്ക് ഒന്നിച്ച് പിടിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. അതെ, പക്ഷെ അദ്ദേഹം ആഴ്ചയിൽ 1 ദിവസമെങ്കിലും എന്നെ കാണാൻ വരും. പക്ഷേ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഈ ഇത് താഴേക്ക് പോയിട്ടൊന്നുമില്ല. ഏകദേശം 12 വെള്ളിയാഴ്ച ചെയ്ത് തീർത്തു. അതായത് ഒരു 3 മാസത്തോളം ചെയ്ത് കഴിഞ്ഞു. പിന്നീട് അദ്ദേഹം ഒരു ദിവസം ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് 1 മണിക്കൂർ സമയം തരണം, ഞാൻ അവിടെ വരും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വളരെ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞെങ്കിൽ സാറ് എപ്പോഴും എത്തിക്കോളൂ, ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹം വന്നു. ഞാനിത് ഇത്ര വിശദമായിട്ട് പറയുന്ന കാര്യം സംഭവിച്ച ഒരു കാര്യത്തിൻ്റെ ഒരു സീരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അവിടെ നിന്ന് കാറിൽ അദ്ദേഹം പറക്കുകയായിരുന്നു. പറന്ന് നേരെ എൻ്റെ അടുത്ത് എത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു സംശയമാണ് സാർ, എൻ്റെ അനിയൻ ഇദ്ദേഹത്തിൻ്റെ നേരെ ഇളയതെന്തോ ആണെന്ന് തോന്നുന്നു, ഇദ്ദേഹമൊക്കെ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടു, വളരെ മോശമായ അവസ്ഥയിലേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അത് സംഭവിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ കൂടെ സ്ഥിരം വരാറുള്ള അളിയൻ, അവനും അവൻ്റെ കാറിലുണ്ടായിരുന്നു. 2 ദിവസം കൊണ്ട് അവൻ ലീവാണ്, എൻ്റെ അടുത്ത് വരുന്നില്ല, വേറെ എന്തോ അത്യാവശ്യം പറഞ്ഞിട്ടാണ് പോയത്. ഇന്നിപ്പോൾ അപകടം നടന്നപ്പോൾ ഇവർ 2 പേരും ഒരു കാറിലായിരുന്നു എന്നുള്ള കാര്യമാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ഈ നമ്മുടെ ശത്രുക്കൾ എവരാണോ എന്നൊരു സംശയം.
അതാണ് ചോദിച്ചു വന്നത്. ഞാൻ ഇപ്പോൾ ഈ അളിയനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ അളിയൻ സ്ഥിരമായിട്ട് കൂട്ടത്തിലുണ്ടായിരുന്നു. ഈ പൂജയ്ക്ക് ശേഷം അളിയൻ അങ്ങനെ അധികമായിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വരാറില്ല. ഇദ്ദേഹം വിളിച്ചാൽ പോലും പല ഒഴിവ് കഴിവുകൾ പറഞ്ഞു പോകുന്നു. വന്നാൽ പോലും വളരെ ഒരു ഭയം അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ളതായിട്ട് ഈ സാറിന് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും ഈ അനിയനോടൊപ്പം പോകും, സഹകരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു സൂചനയും ഈ സാറിന് കിട്ടിയിട്ടില്ല. അപ്പം അനിയനും ഇദ്ദേഹമായിട്ട് കുറച്ച് ഈ ബിസിനസ് പരമായി തന്നെ കുറച്ച് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ പിണക്കമാണ് ഇവർ തമ്മിൽ. സംസാരിക്കാറ് പോലുമില്ല. കാരണം ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ബിസിനസ് ഈ സ്ഥാപനങ്ങൾ വാഹിച്ചു കൊടുത്തപ്പോൾ അതിൽ വന്ന എന്തോ തർക്കം കാരണം ഇവർ തമ്മിൽ ഭയങ്കര ശത്രുതയിലായിരുന്നു. പക്ഷെ ഇതൊന്നും അദ്ദേഹം ആദ്യം എന്നോട് പറഞ്ഞില്ല, എനിക്കും അറിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞു. ശരിക്കും ആ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. രാശി നോക്കിയപ്പോൾ അത് തന്നെയാണ് ശത്രുക്കളെന്ന് കാണുന്നു. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, ഞാൻ സാറേ നോക്കുമ്പോൾ ശത്രുക്കൾ അത് തന്നെ കാണുന്നു. സാറ് ജോത്സ്യരെ ഒന്നുകൂടി പോയി കാണണം എന്ന് പറഞ്ഞു. പോയിട്ട് സാർ എന്താണെന്ന് വിളിച്ചു പറയുമ്പോൾ അദ്ദേഹം നേരെ ജോത്സ്യരുടെ അടുത്ത് പോയി ജോത്സ്യം നോക്കിയിട്ട് പറഞ്ഞു ഇത് തന്നെയാണ് ശത്രുക്കൾ. പക്ഷെ പിന്നീട് അതിനുശേഷം അറിയുന്നത് ഈ അനിയൻ്റെ കയ്യോ കാലോ എന്തോ മുറിച്ചു കളഞ്ഞു. മറ്റേ ആൾ ഒരുവിധം രക്ഷപ്പെട്ടു. ഈ അളിയൻ വലിയ പരിക്കളൊന്നുമില്ല, എന്തോ പൊട്ടലോ ചീറ്റലോ ഒക്കെ ഉണ്ടായത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം രക്ഷപ്പെട്ടു. മറ്റേ ആളുടെ കയ്യോ കാലോ എന്തോ മുറിച്ചു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തീർത്തും അവശതയിലേക്ക് പോയി എന്നുള്ളതാണ്. പിന്നീട് അറിയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഡ്രൈവർ തന്നെ, അതായത് ഈ അളിയൻ തന്നെ പുറത്ത് ആരോടൊക്കെ പറഞ്ഞു. അളിയനെ കൂടെ വിളിച്ചിട്ടാണ് അളിയനെ അറിയാവുന്നുള്ള ഈ ദുഷ്കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മന്ത്രവാദിയുടെ അടുത്ത് കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്തു കൊടുത്തു. അപ്പോൾ ഈ വീട്ടിൽ ഇവർ നിത്യം ഉപയോഗിക്കുന്ന ഇഷ്ടപ്പെട്ട പല സാധനങ്ങളും കൊണ്ടു ചെല്ലാൻ പറഞ്ഞപ്പോഴത്തല്ല അതെല്ലാം ഈ വീട്ടിൽ നിന്നും എടുത്തു കൊടുത്തത് ഈ അളിയനാണ് കൊണ്ടുവന്ന് മറ്റേയാൾക്ക് കൊടുത്തത്. അത് ഇദ്ദേഹത്തിന് ചെയ്യാൻ പ്രേരിപ്പിച്ച കാര്യം, ഇദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ, ഈ അനിയന് കാര്യങ്ങൾ നേടിക്കഴിഞ്ഞാൽ മറ്റവന് എന്തൊക്കെയോ കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു വാഗ്ദാനം കൊടുത്തു. അതുവഴിയാണ് ഞാനീ ചെയ്തത്, ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു, ഞാൻ ചെയ്തു പോയി. ഇങ്ങനെ ഒരു കുറ്റസമ്മതം അദ്ദേഹം ഇവരുടെ കുടുംബത്തിലുള്ള ആരോടോ നടത്തി. അത് ഈ സാർ അറിയുകയും പിന്നെ അത് എൻ്റെ അടുത്ത് വിളിച്ചു പറയുകയൊക്കെ ചെയ്തു. എന്തായാലും അദ്ദേഹത്തിന് പിന്നെ അങ്ങോട്ട് ബിസിനസ്സിൽ ഒരിക്കലും താഴ്ന്നിട്ടില്ല. അദ്ദേഹം വളരെ ഉയരത്തിലേക്ക് വീണ്ടും പോയി. പിന്നെ ആ കാര്യങ്ങൾ എന്തായെന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ഞാനിത് നിങ്ങൾക്ക് വിശദമായിട്ട് പറയാൻ കാര്യം, ഒരുപാട് പേര് ഞാൻ എൻ്റെ മിക്ക വീഡിയോയിലും കൂടുതൽ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോയി ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ എന്നാലും തിരിച്ചടി ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോലും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് ഇങ്ങനൊരു കർമ്മം ചെയ്തു കൊടുക്കുമോ, അതായത് ഒരാളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്തു കൊടുക്കുമോ എന്നുള്ളത്. കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ ചെയ്ത് പണി കിട്ടി വരുന്നവർക്ക് വേണ്ടിയിട്ട് അത് പരിഹരിക്കാനുള്ള കർമ്മങ്ങൾ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞതെന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലായി, ഇതൊരു കഥ കേട്ടതുപോലെ കേട്ടിരുന്ന് സുഖിച്ചിട്ട് പോകരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു ദേഷ്യം നമ്മൾ ആരോടും തോന്നുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് നശിപ്പിക്കണമെന്ന് തോന്നിയാൽ ചിന്തിക്കുക, അവരെ നശിപ്പിക്കാനുള്ള ചിന്തയല്ല നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ഉള്ള ആശ്വാസത്തെ കളയാനുള്ള ഒരു ദുർചിന്തയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്. കാര്യം ചെയ്താൽ എന്നായാലും ഇത് തിരിച്ചടിച്ചിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ തിരിച്ചടിക്കുമെന്ന് ഉത്തരം ഉറപ്പിച്ച് പറയാൻ കാരണം, ഒരു ശത്രുവിനെ നശിപ്പിക്കാൻ നമ്മളൊരു മന്ത്രവാദിയുടെ അടുത്ത് പോകുന്നു, അവനൊരു പുതിയ പവറിനെ നമ്മളിലേക്ക് തന്നുവിടുകയാണ് ചെയ്യുന്നത്. ഈ പവറാണ് ആ വീട്ടിൽ നിന്നും ഇത്രയും അടികലശലും കാര്യങ്ങളും നഷ്ടങ്ങളും കോട്ടങ്ങളും അപകടങ്ങളും ശത്രുതയും രോഗങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പം അതിനൊരു ഡ്യൂട്ടിയുണ്ട്, ഈ കുടുംബത്തിനെ മുച്ചൂടും നശിപ്പിച്ചു തീർക്കുക. പക്ഷെ നശിപ്പിച്ചതിന് ശേഷം അതിന് വീണ്ടും നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പോലുള്ള പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും അതിന് ചെയ്തേ പറ്റൂ. നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഇതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്തു ചെയ്യും? ആർക്ക് വേണ്ടിയാണോ ഈ പവറിനെ ഈ മന്ത്രവാദി ഉണ്ടാക്കി കൊടുത്തത് അല്ലെങ്കിൽ ജനിപ്പിച്ചു കൊടുത്തത്, അവനിലേക്ക് തന്നെ ഇത് തിരിച്ചു വരും. അതായത് ഇതിനെ ഏൽപ്പിച്ച ജോലി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവന് ഓട്ടോയും പിടിക്കണ്ട, ബസ്സും കയറണ്ട, ഒന്നും എടുക്കണ്ട, അവൻ നേരെ നമ്മളെ അടുത്ത് തന്നെ വരും. നമ്മളിനി എവിടെ പോയി ഒളിച്ചിരുന്നാലും നമ്മളുടെ അടുത്ത് തന്നെ വരും, നമുക്കിട്ട് പണി തരികയും ചെയ്യും. പക്ഷേ ഇതിനിടയ്ക്ക് മറ്റൊരു ദുരന്തം സംഭവിക്കാനുള്ളത്, ഇതുപോലെ എനിക്കൊരു ശത്രുദോഷം വന്നു എന്നറിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഇത് പരിഹരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ പവറിന് ഇവിടെ ഇപ്പം എൻ്റെ അടുത്താണ്, എനിക്കാണ് ഈ പവർ വന്ന് എന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ആരെയെങ്കിലും വിളിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോഴും ഇതിന് പോകാൻ ഒരു വഴിയേ ഉള്ളൂ. ആർക്ക് വേണ്ടിയാണോ എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് അല്ലെങ്കിൽ എന്നെ ജനിപ്പിച്ചത്,
ആ ഭാഗത്ത് മാത്രമേ ഇത് പോവുകയുള്ളൂ. അപ്പം തിരിച്ചടി നമ്മൾ ആർക്കും വേണ്ടി എന്തെങ്കിലും ചെയ്ത തിരിച്ചടി ഉറപ്പിച്ചോളൂ. ഒന്നുകിൽ അവൻ പൂർണ്ണമായും തകർന്നതിന് ശേഷം അത് 10 മടങ്ങ് ശക്തിയായിട്ട് നമ്മളടുത്ത് വരും. ഇല്ല, അവൻ ഞങ്ങളെപ്പോലുള്ള ആരെങ്കിലും വന്ന് കണ്ടിട്ട് ഇതിൻ്റെ പ്രതിവിധി ഉണ്ടാക്കുക. ഞാൻ മാത്രമല്ല കേട്ടോ, 100 ആയിരക്കണക്കിന് ഇതിന് നല്ല രീതിയിൽ പരിഹാരം ചെയ്തു കൊടുക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇത് ചെയ്ത് ഇതിൻ്റെ പകുതി വഴിയിൽ വെച്ച് അല്ലെങ്കിൽ തുടക്കമേ തന്നെ അവിടുന്ന് അടിച്ചോടിച്ചാലും ഇത് നിങ്ങളുടെ അടുത്ത് തന്നെ വരും. അതുകൊണ്ട് മറ്റൊരാളുടെ നന്മ അതിൽ കണ്ട് നമ്മൾ അസൂയപ്പെടാതിരിക്കുക. അവൻ നന്നായി പോട്ടെ, നമുക്ക് കിട്ടിയത് ഇത്രയാണ്, അവന് കിട്ടിയത് ഇത്രയാണ്. നമ്മളെന്തിനാ അസൂയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മളെന്തിനാ അതിനു വേണ്ടി നമ്മൾ ആർത്തി കാണിക്കുന്നു? ഇത്രയും കിട്ടിയിട്ടുള്ളെങ്കിൽ ഇതിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലെ പ്രേതബാധാദോഷങ്ങളോ സർപ്പദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെയുള്ളതൊക്കെ ഞങ്ങളപ്പോൾ ആ ഭൂമിയിൽ വന്ന് നിന്ന് അതിനെ പരിശോധിച്ച് കണ്ടുപിടിച്ച് പരിഹരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അങ്ങനെ ഞാൻ വന്ന് നിങ്ങളുടെ വീട് ഒക്കെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പർ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗങ്ങളും ചെയ്തു തരാം. അതുപോലെ ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നിങ്ങൾക്ക് നേരിട്ട് വന്നറിയാനുള്ള സംവിധാനമുണ്ട്. അത് തിരുവനന്തപുരത്താണ് നിങ്ങൾ വരേണ്ടത്. അങ്ങനെ വരുന്നെങ്കിലും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. എൻ്റെ ചാനൽ നിങ്ങൾ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.